നമസ്കാരം. ഞാൻ ലീലാമണി ചാലക്കുടി. ഇത് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീരയുടെ തണ്ട് കണ്ട. പൊന്നാങ്കണ്ണി ചീര എളുപ്പമൊന്നും പൂക്കില്ല. തണ്ടൊക്കെ മുറ്റി 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 വന്ന് കുറേ കാലം കഴിയും. ദേ ഇലരാകൃതി ഉണ്ട്. റൗണ്ട് ഇലയല്ല. പിന്നെ ഓരോ മണ്ണിൻ്റെ ഇതും കാലാവസ്ഥയുടെ ഇതും കൊണ്ട് ഇലയ്ക്ക് വ്യത്യാസം വരും. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒടിച്ചെടുക്കാറുണ്ട്. ഇവിടെ താഴെ മണ്ണിലാണ് ഇത് കിടക്കണം, മുറ്റത്ത്. അതെ, ഇങ്ങനെ ഒടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് തണലുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. ഇത് അതേസമയം ഇത് കുറച്ച് നുള്ളി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെടിച്ചട്ടിയിൽ തൂക്കുചട്ടി ഉണ്ടല്ലോ, അതിലോട്ട് വെച്ചിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് തൂക്കിയിട്ട് നോക്കിക്കേ. നല്ല കളറായിരിക്കും. നല്ല കളറാണ്. ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. ഇതേ കണ്ടില്ലേ, ആ തണ്ടിൻ്റെ നിറം കണ്ടില്ലേ. ഇതേ തണ്ടിനൊരു നിറമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ടില്ലേ, ഇത് വേറെ കുഞ്ഞു കുഞ്ഞു കവറിൽ വെച്ചേക്കണതാണ്. എനിക്ക് ചെടിച്ചട്ടിയിൽ വയ്ക്കാൻ വേണ്ടി വച്ചേക്കണതാണിത്. സമയം കിട്ടിയില്ല, അതുകൊണ്ട് വെച്ചില്ല. കണ്ടില്ലേ, പൊന്നാങ്കണ്ണി ചീര. ഇതേ പൊന്നാങ്കണ്ണി ചീരയുടെ തണ്ടിന് ഒരു കളറുണ്ട്. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ തൂക്കിയിടുക. അപ്പം നല്ല സൂപ്പറായിരിക്കും, നല്ല കളറും കിട്ടും. ഇത് മണ്ണിൽ താഴെ വച്ചേക്കണതാണ്. ഓക്കെ, മനസ്സിലായോ? പൊന്നാങ്കണ്ണി ചീര അതിൻ്റെ ഇല കണ്ടല്ലോ. ഇത് എന്ത് ചെയ്യാമെന്നറിയാമോ? നമുക്ക് തോരൻ വയ്ക്കാം. മറ്റുള്ള ഇലകൾ തോരൻ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം. പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം കേട്ടോ. വൈറ്റമിൻ സാധനമാണ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എന്ത് രോഗത്തിനായാലും നമ്മൾ ഇലകൾ കൂടുതൽ കഴിക്കണം, നല്ലതാണ്. അപ്പോൾ ഇന്നത് കഴിച്ചാൽ ഇന്നത് മാറുമോ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ശരീരത്തിന് നല്ലതാണ് വൈറ്റമിൻ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒടിച്ചെടുക്കാം. ഇതേ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്. നല്ല വെയിലത്ത് വെച്ചാൽ നല്ലതുപോലെ കിട്ടും. ഇത് വേറൊരു ചെടി. വെയിലുള്ള ഭാഗത്ത് നിൽക്കുന്ന ഇലയുടെ കളർ കണ്ട. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഞാൻ കുറച്ച് നുള്ളിക്കൊണ്ട് വന്ന് തോരൻ വയ്ക്കാം, വെള്ളം തിളപ്പിച്ച് കുടിക്കാം. നമുക്ക് എളുപ്പമെന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് കുടിക്കണതാണ്. പിന്നെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഇതേ കണ്ട, ഇത് കുറച്ച് വെയിലുള്ളിടത്ത് കിടന്നതാണ്. ഇതിനേക്കാൾ നല്ല കളർ വയ്ക്കും. അതുപോലെ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിനും നല്ല കളർ കിട്ടും. നമ്മൾ ചെമ്പരത്തിപ്പൂവൊക്കെ തിളപ്പിച്ചെടുക്കൂലേ, അതേപോലെ നല്ല കളർ കിട്ടും വെള്ളത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് നിങ്ങൾ തൂക്കുചട്ടി ഉണ്ടല്ലോ, നമ്മൾ 10 മണി ചെടിയൊക്കെ നടുന്ന തൂക്കുചട്ടിയിൽ നടുക കേട്ടോ. ഒരേ പിടി ഓടിച്ചിട്ട് ഇത്രയും മതി. മധ്യത്ത് 4 വശം നിരത്തി അങ്ങ് വയ്ക്കണം. അപ്പം തൂങ്ങി താഴോട്ട് കിടക്കും. നമുക്ക് ടെറസിൻ്റെ മുകളിലോ വെയിൽ ഇട്ടടുത്തൊക്കെ വലിച്ച് കയറ് വലിച്ച് അതിൽ തൂക്കിയിടാം കെട്ടിയിട്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ വെയിൽ കൊള്ളണം. നമുക്ക് വെയിൽ തിന്നണം. എങ്ങനെ തിന്നും? വെയിൽ വേണമല്ലോ. രാവിലെ വെയിൽ കൊള്ളാം, വൈകിട്ട് വെയിൽ കൊള്ളാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിൽ ഉള്ളിൽ പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇലകൾ നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ അത് എന്നെ ഓടിച്ചോണ്ട് വെയിൽ കൊണ്ടില്ല എന്നുള്ളത് വേണ്ട. ഓടിച്ചോണ്ട് വന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെടിയാറ്റ് നല്ല കളറാണ് കേട്ടോ. ഞാൻ പടം കിട്ടിയ അതിൻ്റെ പിന്നെ ചെടിയാറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ തോരൻ വയ്ക്കാൻ ഒന്നുമില്ല അല്ലേ, അന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക വേണ്ട. ഇത് ചെന്ന് ഒരു 2 പിടി നുള്ളിക്കൊണ്ട് വന്നിട്ട് തേങ്ങയൊക്കെ ചതച്ചിട്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതിലകൾ തോരൻ വെച്ചാലും നമ്മൾ കൂടെ നിന്ന് വേവിച്ച് വാങ്ങുക. അവിടെ വച്ചിട്ട് നമ്മൾ മീൻകറിയോ ഇറച്ചിക്കറിയോ വയ്ക്കും പോലെയൊന്നും അല്ല. അത്രയും അതുപോലെയുള്ള വേക്കൊന്നുമില്ല. 2 മിനിറ്റ് വേവിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അത് മതി. ഇലകൾ മറ്റുള്ള ആൾക്കാരൊക്കെ പച്ചയ്ക്കാണ് തിന്നണല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് പച്ചയ്ക്ക്. നമ്മളെ കൊണ്ട് അത് പറ്റില്ല.
അതുകൊണ്ട് നമ്മൾ ഒരു 2 മിനിറ്റ് വേവിക്കുക. വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ്. അധികം ഇട്ട് വേവിക്കരുത്. ഒരു പൂവും ഇലയും, അതായത് അഗസ്തിപ്പൂവൊക്കെ നമ്മൾ വേവിക്കും. ചിലർ പറയും ഭയങ്കര കയ്പ്പാണെന്ന് പറയും. ഒരു കയ്പ്പും ഇല്ല. കയ്പ്പ് എന്താണ്, നല്ല ടേസ്റ്റിയാണ്. ആ ടേസ്റ്റും കഴിഞ്ഞ് പിന്നെ അടുപ്പിൽ കിടന്ന് വേവുമ്പോഴാണ് അഗസ്തിപ്പൂവിന് കയ്പ്പ് രസം ഇളവണത്. അത് ഏത് കറിയും അങ്ങനെ തന്നെ. ആവശ്യമില്ലാതെ അധികം ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഏത് ഇലകൾ വേവിച്ചാലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. ഓക്കെ. പൊന്നാങ്കണ്ണി ചീരയുടെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇതേ ഇല കണ്ടല്ലോ. ഇത് പൂവെന്ന് പറയുമ്പോൾ പൂ ഒരു സമയത്തേ പൂക്കുള്ളൂ. എനിക്കിവിടെ അങ്ങനെ പെട്ടെന്ന് പൂക്കാറില്ല കേട്ടാ. ഇതാ ഇല കണ്ടല്ലോ. റൗണ്ട് ഇല, പല സൈസിലെ ഇലയൊക്കെ വരുന്നുണ്ട്. അത് വളക്കൂടുതൽ കൊണ്ടാവാം, അങ്ങനെ ആവാം കേട്ടാ. ഇതിപ്പോൾ കണ്ടല്ലോ, വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. തണ്ടിനൊരു കളറുണ്ട്. വെയിലത്ത് വെച്ചാൽ നല്ല കളർ കിട്ടും. പിന്നെ നമുക്കത് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് ഇതാ കളറുള്ളത് മുമ്പേ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്ത് നമ്മൾ തൂക്കുചട്ടിയിലൊക്കെ ഇട്ട് തൂക്കിയിടാമെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് എടുക്കാം. മണ്ണൊന്നും തെറിക്കില്ലേ. നമ്മൾ മണ്ണിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ തെറിച്ച് ഇപ്പം പുഴുവും വണ്ടും ഒക്കെ തിന്നും ഇല്ലാതാക്കും. പക്ഷേ തൂക്കുചട്ടിയിലൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇല്ലാതാവില്ല. ഓക്കെ. നല്ല വെയിലത്ത് നിൽക്കുന്ന ഇല കൊണ്ടുവന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല കളർ കിട്ടും. ഇതൊത്തി കളർ വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല, നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് വെയിലത്ത് നിന്ന ഇലയാണ്. ആ കളറുള്ളതാണ് ഞാൻ അതിലിട്ടത്. കണ്ടില്ലേ കളർ വ്യത്യാസം കണ്ട. ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് നമ്മൾ ആവശ്യത്തിന് എല്ലാവർക്കും കഴിക്കാം. ഓക്കെ. അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെ സംശയം തീർന്നല്ലോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഇല ഉണ്ട. അപ്പോൾ അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളക്കൂടുതൽ, അതായത് ചാണകം കൂടുതലുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇലയ്ക്ക് നല്ല വലിപ്പം വയ്ക്കുമല്ലോ. മനുഷ്യനും അങ്ങനെയാണല്ലോ, ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് അതിൻ്റേതായ വ്യത്യാസം വരും ഇല്ലേ. അപ്പോൾ എല്ലാവരും ഇത് കുറച്ച് ഇല്ലാത്തവരൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്തിയെടുക്കുക. ചാണകത്തെളി ഊറ്റി ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി. ആ വെള്ളത്തിൻ്റെ കളർ മാറിയണ്ട. ആ വെയിലുള്ളത് കൊണ്ടാണ്, ആ വെയിലുള്ളിടത്ത് കളർ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ആ വെള്ളത്തിന് കളർ വന്നത്. എല്ലാവരും ധൈര്യമായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചോളൂ. അത്യാവശ്യം തോരനും വെച്ചോളൂ. ഓക്കേ.